മായിത്രയിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടന്ന മാലിന്യം നിറയുകയും അതിലേക്ക് ശുചിമുറി മാലിന്യവും തള്ളിയ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ച കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മായിത്രയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മായിത്രയിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടന്ന മാലിന്യം നിറയുകയും അതിലേക്ക് കക്കൂസ് മാലിന്യം കൂടെ തള്ളിയ സാഹചര്യം ഉണ്ടായതോടെ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളത്തിൽ പലവിധ ബാക്ടീരിയകളടക്കം പടർന്നു പിടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴും അധികാരികൾ കണ്ണടച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും ഹാനികരമാവുന്ന ഈ നടപടിക്കെതിരെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മായിത്രയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി S. ശരത് ഉദ്ഘാടനം ചെയ്തു. വളരെ ആശങ്കാകരമായ ഒരു സ്ഥിതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് മാർച്ച് മാസമായെന്നാണ് പറയുന്നത്. അത് താൽക്കാലികമായിട്ട് ദേശീയപാത അധികൃതർ എന്തോ സംവിധാനം ചെയ്തു എന്നൊക്കെ പറയുന്നു. വീണ്ടും മിനിഞ്ഞാന്ന് രാത്രി പൊട്ടിയ ഈ പൈപ്പിലൂടെ വെള്ളം കുമിഞ്ഞ് ജലപ്രളയമായി നിൽക്കുമ്പോഴാണ് നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തുന്നത്. ഇവിടെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി പൊട്ടിയ പൈപ്പ് ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ ഏറ്റവും ഭയാനകമായ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു പ്രദേശമാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ കടുത്ത ദുർഗന്ധമാണ്. ഈ രോഗമുക്തമല്ലാത്ത ഏറ്റവും അണുക്കൾ നിറഞ്ഞ ഈ വെള്ളം കുടിക്കേണ്ട സാഹചര്യത്തിലേക്ക് ജനങ്ങൾ നിർബന്ധിതരായി തീരുമോ എന്ന ആശങ്കയിലാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ വിഷയം വളരെ ഒട്ടും ഗൗരവമില്ലാത്ത രീതിയിലാണ് അധികൃതർ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ അധികൃതർ നേരിട്ട് വന്ന് കണ്ടു മനസ്സിലാക്കി ഇവിടുന്ന് പോയിട്ട് ഇതേവരെ നടപടി ഉണ്ടായില്ല. ഇന്ന് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് വന്നപ്പോൾ ഒരു JCB കൊണ്ടുവന്ന് ഈ വെള്ളം പറ്റിക്കാതെ അതിനകത്ത് കിടന്ന് ചില ഗിമ്മിക്ക് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനിടെ ഞങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. കാര്യം വെള്ളം പൂർണ്ണമായി പറ്റിച്ചില്ലെങ്കിൽ ഈ അഴുക്ക് വെള്ളം പൈപ്പിലൂടെ കടന്നു ചെന്ന് ഈ കുടിവെള്ളം ഉപയോഗിക്കുന്ന മുഴുവൻ പേർക്കും രോഗബാധിതരാനുള്ള സാഹചര്യമുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TS രഘുവരൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി N. ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് മണ്ണാശ്ശേരി മോഹനൻ, ബാബു പള്ളേക്കാട്ട, R. രവിപ്രസാദ്, VK ജെയിൻ, പുരുഷൻ മംഗളാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വാട്ടർ അതോറിറ്റി അധികൃതരും KESI അധികൃതരും എത്തിയ ശേഷം നടന്ന ചർച്ചയിൽ മലിനജലം പൂർണ്ണമായി വറ്റിച്ച വാട്ടർ ലീക്കിന് അടിയന്തര പരിഹാരം കാണാമെന്ന അധികാരികളുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. മിൻ മീഡിയ, ചേർത്തല.